ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിൽ രണ്ട് റിലീസ് സിനിമകളാണല്ലോ എത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് ഒരു വടക്കൻ വീരഗാഥ എന്ന മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമാണെങ്കിൽ മറ്റൊന്ന് ലോക സിനിമയെ തന്നെ ഞെട്ടിച്ച ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ഈ രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ കേരള കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയെ വളരെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമയുടെ റിലീസ്. നമ്മുടെ മലയാളത്തിന്റെ മമ്മൂട്ടി ചേട്ടന്റെ സിനിമ, അതും ഒരു ചരിത്ര സിനിമ, അതോടൊപ്പം തന്നെ MTയുടെ ഹരിഹരൻ സിനിമ 4K ദൃശ്യ മികവോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയായിരുന്നിട്ടും ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ കേരള റിലീസ് കളക്ഷനേക്കാൾ ബഹുദൂരം മുകളിലാണ് നോളന്റെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസും എസ്റ്റിമേറ്റ് കളക്ഷൻ എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അടുത്ത ഒരാഴ്ചയോളം കേരളത്തിൽ മികച്ച ബുക്കിംഗ് നേടിയെടുത്തിരിക്കുന്ന ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ 20 ലക്ഷത്തിനടുത്ത് കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 40 ലക്ഷം 50 ലക്ഷം റേഞ്ചിൽ ആദ്യ ദിവസം സിനിമയ്ക്ക് കേരള ഗ്രോസ് വരുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലർ റിലീസ് നേടിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ ഒരു വടക്കൻ വീരഗാഥ എന്ന മമ്മൂട്ടി സിനിമയാണ്. ചരിത്ര സിനിമയായിരുന്നിട്ടും ഒരു എപ്പിക്ക് മലയാളം സിനിമ, ക്ലാസിക് സിനിമ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും തന്നെ ഈ ഒരു സിനിമയോട് ഒരു താല്പര്യവും ഇല്ല എന്നാണ് ഇന്റർസ്റ്റെല്ലറിന്റെ റിലീസ് കളക്ഷൻ വെച്ച് വടക്കൻ വീരഗാഥയുടെ കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഇന്റർസ്റ്റെല്ലറിന്റെ ട്രാക്കിംഗ് കളക്ഷൻ പോലും വടക്കൻ വീരഗാഥയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ടുണ്ടോ എന്ന് ഇനിയും നാം സംശയിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ രണ്ട് സിനിമകളുടെയും റിലീസ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ ചിലരെല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം, ഈ രണ്ട് സിനിമകളും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന സിനിമകളല്ലേ, അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്ത് ഞങ്ങളെ കളിയാക്കല്ലേ എന്നൊക്കെ. ഇവിടെ താരതമ്യം ചെയ്യുന്നത് സിനിമകൾ തമ്മിലല്ല, മറിച്ച് ഒരേ ദിവസം റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ കളക്ഷൻ തമ്മിൽ മാത്രമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ.